ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? കൺവേർട്ട് ദ ഫോളോയിങ് പെർസെൻറ്റേജ് ഇൻറ്റു ഫ്രാക്ഷൻ ഇൻ സിംപ്ലസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? 25% ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, നമ്മൾ പെർസെൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ആരാണ്? 25% ആണ്. 25% എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും വരുന്നത് ആൻസർ. അപ്പോൾ നമുക്ക് എവിടെ ഒരു 25% ഉണ്ടോ അതിന് നമുക്ക് 25/100 എന്നാക്കാം. അതിനെ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1/4 എന്ന് വരും. മുകളിലും താഴെ 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്തത് 150% ആണ്. 150% എന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 100 എന്നല്ലേ വരുന്നത്. മേലും താഴെ നമുക്ക് എന്ത് ചെയ്യാം? 50 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് 3/2 ആണ്. അപ്പോൾ നമുക്ക് 150% കണ്ടുപിടിക്കുന്നതിന് പകരം അതിന് നമുക്ക് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്തത് 7.5%. 7.5% എന്ന് പറയുമ്പോൾ 7.5 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 ഡിവൈഡഡ് ബൈ 1000 എന്നല്ലേ വരുന്നത്. മേളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു എത്രയാണ്? 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/40 ആയിരിക്കും വരുന്നത് ആൻസർ. അടുത്തത് 33.33%. 33.33% നമുക്ക് 33 1/3% എന്ന് എഴുതാം. 33 1/3% എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100/3 എന്ന് വരും. ഓക്കെ അല്ലേ? 100/3 നമുക്കിനി 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 100/3 നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മേലും താഴെയുള്ള 100 രണ്ടും ക്യാൻസലായിട്ട് ബാക്കി എന്ത് വരും? 1/3 ആയിരിക്കും വരുന്നത്. അപ്പോൾ 33.33%, 33 1/3% ഓഫ് 300 എന്ന് പറയുമ്പോൾ എന്താണ്? 300ൻ്റെ 1/3 ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 54% ഓഫ് എ നമ്പർ ആൻഡ് 76% ഓഫ് ദ സെയിം നമ്പർ ഈസ് 40, വാട്ട് ഈസ് ദ 66% ഓഫ് ദ നമ്പർ? ഒരു സംഖ്യയുടെ 54%വും 76%വും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണ് എങ്കിൽ ആ സംഖ്യയുടെ 66% എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. 76% മൈനസ് 54% ഓഫ് എ നമ്പർ ഈസ് 40. ഓക്കെ അല്ലേ? 76%വും 54% തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 76% 54% ശരിക്കുള്ള ഡിഫറൻസ് അപ്പോൾ എത്രയാണ്? 22% എത്ര? 40 വരുന്നത്. ഓക്കെ അല്ലേ? 22% 40 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 66% അല്ലേ? അപ്പോൾ 22നെ എന്ത് ചെയ്താൽ നമുക്ക് 66 കിട്ടും? ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 66% കിട്ടത്തില്ലേ? അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? ഈ 40യെയും നമുക്ക് ഇൻറ്റു 3 ചെയ്താൽ മതി. ആൻസർ എത്രയായിരിക്കും? 120 ആയിരിക്കും വരുന്ന ആൻസർ. ഒരു സംഖ്യയുടെ 76%വും 54% തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 22% ആയിരിക്കത്തില്ലേ 40? 76% 54% തമ്മിൽ ഡിഫറൻസ് 22%. അതാണ് 40 എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 66% ആണ്. 22നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 66 ചെയ്യുന്നത്. അപ്പം നമുക്ക് 22%ത്തിന് ഈക്വലൻ്റ് വാല്യൂ ആയ 40യെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. നമുക്ക് സംഖ്യ പോലും കണ്ടുപിടിക്കാതെ ആൻസർ കിട്ടും. അടുത്തത്, നമുക്ക് ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എന്താക്കണം? പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തത് ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 100ഉം ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? 1/8 ആണ്. അപ്പം 1/8 ഇൻറ്റു 100 ചെയ്താൽ പോരെ? 1/8 ഇൻറ്റു 100 എന്ന് പറയുമ്പം 12.5% വരുന്നത്. അടുത്തത് 1/2. 1/2 ഇൻറ്റു 100 ചെയ്താൽ മതി. 1/2 ഇൻറ്റു 100 എത്രയാണ്? 100ൻ്റെ പകുതി എത്രയാണ്? 50%ൻ്റെ ഫ്രാക്ഷനാണ് 1/2. അടുത്തത് 3/4. എന്ത് ചെയ്യാം?
3/4 ഇൻറ്റു 100 ചെയ്താൽ പോരെ 100/4 100ൻ്റെ പകുതിയുടെ പകുതി എത്രയാ 25 25 ഇൻറ്റു 3 എത്രയാണ് 75% ഫ്രാക്ഷനാണ് 3/4. അടുത്തത് 1/4 1/4 ഇൻറ്റു 100 ചെയ്താൽ പോരെ 1/4 ഇൻറ്റു 100 എത്രയായിരിക്കും 100ൻ്റെ പകുതിയുടെ പകുതി എന്ന് പറയുമ്പം 25 25 ഇൻറ്റു 1 എത്രയാണ് 25% ഫ്രാക്ഷനാണ് 1/4. അടുത്തത് 5/4 5/4 ഇൻറ്റു 100 ചെയ്താൽ പോരെ അപ്പോൾ നമ്മൾ 100/4 25 കണ്ടുപിടിച്ചു 25 ഇൻറ്റു 5 എത്രയാണ് 125% ഫ്രാക്ഷനാണ് എത്ര 5/4 എന്ന് പറഞ്ഞത്. അടുത്തത് 4/3 ആണ്. 4/3 നമുക്ക് 4/3 ഇൻറ്റു 100 എന്ന് കൊടുക്കാം. 4/3 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 400/3 എന്ന് വരും. 400നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 133.33 ആയിരിക്കും വരുന്ന ആൻസർ. എത്രയാണ് 133.33%. അല്ലെങ്കിൽ നമുക്ക് 4/3 നമുക്ക് എങ്ങനെ എഴുതാം 1 + 1/3 എന്ന് എഴുതിക്കൂടെ 1 + 1/3 ആണ് എത്ര 4/3. 1 എന്ന് പറയുന്നത് എത്രയാണ് 100%-നെയാണ് നമ്മൾ 1 എന്ന് പറയുന്നത് പ്ലസ് 1/3 എന്ന് പറയുന്നത് എത്രയാണ് 33.33. അപ്പോൾ എത്രയാണ് കൂട്ടുമ്പോൾ നമുക്ക് 133.33% തന്നെ കിട്ടും. അടുത്തത് 1 എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു എത്രയാണ് 100%, അല്ലെങ്കിൽ എന്തെടുത്താൽ മതി 1 ഇൻറ്റു 100 എത്രയാണ് 100%-ൻ്റെ ഫ്രാക്ഷനാണ് എത്ര 1. അടുത്തത് A is equal to X% of Y and A is equal to X% of Y and B is equal to Y% of X. Then which of the following is true? എന്താണ് A എന്ന് പറയുന്നത് X% of Y ആണ്. ഇഫ് A ഈക്വൽ ടു X% of Y എന്ന് പറയുമ്പം X/100 ഇൻറ്റു Y എന്നല്ലേ അർത്ഥം. അടുത്ത എന്താണ് B ഈക്വൽ ടു Y% of X എന്ന് പറയുമ്പോൾ എത്രയാണ് Y/100 ഇൻറ്റു X എന്നല്ലേ വരുന്നത്. എന്താണ് A is equal to X ഇൻറ്റു Y/100, B is equal to Y ഇൻറ്റു X/100 എന്ന് പറഞ്ഞാൽ എന്താണ് X ഇൻറ്റു Y/100 എന്ന് പറഞ്ഞാലും Y ഇൻറ്റു X/100 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. രണ്ടും എന്താണ് X ഇൻറ്റു Y/100 എന്ന് പറഞ്ഞാൽ Y ഇൻറ്റു X/100 എന്ന് വെച്ചാലും സെയിം. അപ്പം നമുക്ക് ഏത് ഓപ്ഷൻ യൂസ് ചെയ്യാം A is equal to A is smaller than B തെറ്റല്ലേ. അടുത്ത് എന്താണ് A is greater than B അതും തെറ്റാണ്. A is equal to B ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ എന്താണ് A is equal to X% of Y എന്ന് പറഞ്ഞാലും B is equal to Y% of X എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പം നമുക്കൊരു കോമൺ ആയിട്ട് നമ്മൾ പറയും A% of B എന്ന് പറഞ്ഞാലും B% of A എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. A% of B എന്ന് പറഞ്ഞാലും B% of A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും ഈക്വൽ ആയിരിക്കും. 45% of a number is 30 less than 3/5 of that number. What is the number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 45% അതേ സംഖ്യയുടെ തന്നെ 3/5 തമ്മിലുള്ള ഡിഫറൻസ് ആണ് 30. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എത്രയാണ് 3/5 ആണ്. അപ്പോൾ നമുക്ക് 3/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ. എന്ത് ചെയ്താൽ മതി ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും 100/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 ആണ് വരുന്നത്. അതായത് 60%-നെയാണ് നമ്മൾ എന്ത് പറയുന്നത് 3/5 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഒരു സംഖ്യയുടെ 60% അതേപോലെ 45% തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര 45 എന്ന് പറയുന്നത്. അപ്പോൾ 60% മൈനസ് 45% ഈക്വൽ ടു എത്രയാണ് 30 ആണ് വരുന്ന ആൻസർ. അപ്പോൾ 60 മൈനസ് 45 എത്രയാണ് 15% 30 എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയും അതിൻ്റെ എത്രയായിരിക്കും 100% ആയിരിക്കും. ആ സംഖ്യയുടെ 100% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 15% എന്ന് പറഞ്ഞാൽ 30 ആണ്. 15നെ ഇൻറ്റു 2 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 30 കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എന്താണ് 100% അല്ലേ. അപ്പം 100% കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതി 100നെ ഇൻറ്റു 2 ചെയ്താൽ മതി. 100ൻ്റെ ഇരട്ടി എടുത്താൽ മതി. എത്രയായിരിക്കും ആൻസർ 200 ആയിരിക്കും സംഖ്യ എന്ന് പറയുന്നത്. അപ്പം 200ൻ്റെ 45% 60% തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്ര 30 എന്ന് പറയുന്നത്.
25% of a number is added with the number itself, the result become 1000. Find the original number എന്നാണ്. ഒരു സംഖ്യയുടെ 25% അതേ സംഖ്യയുടെ കൂടെ അതിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1000 കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ എന്തായിരിക്കും 100% ആയിരിക്കും വരുന്നത്. ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ 100% ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ ആ സംഖ്യയുടെ 100%വും അതേപോലെ തന്നെ ആ സംഖ്യയുടെ 25%വും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1000 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ആ സംഖ്യയുടെ എന്താണ് 125% അല്ലേ 1000 എന്ന് പറയുന്നത്? 125% ഓഫ് എക്സ് അല്ലേ 1000 അല്ലേ? 125% ഓഫ് എക്സ് ആണ് 1000. 125%ത്തിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? 5/4 ആണ്. 5/4 ഓഫ് എക്സ് ആണ് എത്ര? 1000 എന്ന് പറയുന്നത്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുത്താൽ മതി? ഈ 5ഉം ഈ 1000ഉം കൂടി ക്യാൻസൽ ചെയ്യും. അപ്പോൾ എത്ര വരും? 200 ആണ് വരുന്ന ആൻസർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 × 4 എത്രയാ? 800 ആയിരിക്കും നമുക്ക് സംഖ്യയായിട്ട് വരുന്നത്. 800ഉം അതിൻ്റെ 1/4 ഓഫ് 800ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1000 കിട്ടുന്നത്. Rahul spent 50% of his monthly income on household item, 20% on buying clothes, 5% on medicine, and saves remaining rupees 11,250. വാട്ട് ഈസ് രാഹുൽസ് മന്ത്ലി ഇൻകം എന്ന് ചോദിച്ചിരിക്കുന്നത്. രാഹുലിൻ്റെ മാസ വരുമാനത്തിൻ്റെ 50% അയാളുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസിനും, 20% ക്ലോത്ത്സ് വാങ്ങിക്കാനും, 5% മെഡിസിനും കൂടി ഉപയോഗിച്ചു. ബാക്കി വരുന്നതായിരിക്കത്തില്ല അയാളുടെ സേവിങ്സ്. അപ്പോൾ രാഹുലിൻ്റെ സേവിങ്സ് എത്രയാണ്? 11,250 ആണ്. നമുക്ക് വരുമാനത്തിൽ നിന്നും, ഇൻകത്തിൽ നിന്നും നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ എന്ത് സേവിങ്സ് ആയിട്ട് പോകുന്നത് അല്ലേ? ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ സേവിങ്സ്. അപ്പോൾ രാഹുലിൻ്റെ എക്സ്പെൻസ് എത്രയാണ്? രാഹുലിൻ്റെ ഇൻകം എപ്പോഴും നമുക്ക് 100% എടുക്കാം. ഓക്കെ അല്ലേ? രാഹുലിൻ്റെ ഇൻകം എപ്പോഴും 100% എടുക്കാം. 100% നിന്നും രാഹുലിൻ്റെ എക്സ്പെൻസ് എന്തൊക്കെയാണ്? 50% ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനും, 20% ക്ലോത്ത്സിനും, 5% മെഡിസിനും പോയി. അപ്പം 50ഉം 20ഉം 70, 75% അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ബാക്കി അയാളുടെ സേവിങ്സ് എത്രയാണ്? 11,250 രൂപയാണ് അയാളുടെ സേവിങ്സ്. അതായത് 100 - 75, 25% ആയിരിക്കത്തില്ലേ അയാളുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ വരുമാനത്തിൻ്റെ 25%മാണ് 11,250. അപ്പോൾ 25%ത്തിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/4 ആണ്. 1/4 ആണ് 11,250. അപ്പം നമ്മുടെ ഇൻകം എത്രയാണ്? ഇൻകം എന്ന് പറയുന്നത് 11,250 × 4 എത്രയാണ്? 45,000 രൂപയായിരിക്കും അയാളുടെ എന്ത് സേവിങ്സ് ആയിട്ട് വരും. ഓക്കെ അല്ലേ? 45,000 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്താ പറഞ്ഞത്? ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ സേവിങ്സ്. അയാളുടെ ഇൻകം നമ്മളെപ്പോഴും 100% എടുക്കണം. അപ്പം 100% മൈനസ് അയാളുടെ എക്സ്പെൻസ് എത്രയാണ്? 75% അയാൾക്ക് ചിലവാകുന്നുണ്ട്. അപ്പം ബാക്കി 25% ഉണ്ട്. അതാണ് 11,250. അപ്പോൾ 25%ത്തിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/4 ആണ്. അത് 11,250 ആണ്. അപ്പം 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11,250 × 4 45,000. 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 100%ത്തിൻ്റെ ഫ്രാക്ഷനാണ് എത്ര? 1. ക്ലിയർ ആണോ? If 120 is 20% of a number, then 120% of that number will be എന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ സംഖ്യയുടെ 120% എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സംഖ്യ പോലും കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ആൻസർ കിട്ടും. 20% നമുക്ക് 120% ആക്കാൻ × 6 ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ആ വാല്യൂവിൽ നമുക്ക് എന്തെടുത്താൽ മതി? അതിൻ്റെ 6 ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. 120ൻ്റെ 6 ഇരട്ടി 12 × 6 72 ഒരു 0 720 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു സംഖ്യയുടെ 20% 120 ആണെങ്കിൽ 120% എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 20%ത്തിൻ്റെ 6 ഇരട്ടിയാണ് 120%. അപ്പോൾ ഈ 120യുടെ 6 ഇരട്ടി എത്രയാണ്? 720 ആയിരിക്കും വരുന്ന ആൻസർ.
In a test, Rajesh got a 112 mark, which was 32 more than the passing mark. Sonal got a 75% mark, which was 70 more than the passing mark. What is the minimum passing percentage of the test എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒരു ടെസ്റ്റിൽ രാജേഷിന് 112 മാർക്ക് കിട്ടി. അതെന്താണ്, പാസിംഗ് മാർക്കിനേക്കാൾ 32 മാർക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പാസിംഗ് മാർക്ക് നമുക്ക് കിട്ടത്തില്ലേ? പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 112 നിന്നും 32 മാർക്ക് കുറയ്ക്കുന്നതാണ് പാസിംഗ് മാർക്ക്. അതായത് 80 മാർക്കായിരിക്കും നമ്മുടെ എന്ത് പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. സൊനാൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനും 75% മാർക്ക് കിട്ടി. അതെന്താണ്, പാസിംഗ് മാർക്കിനേക്കാൾ 70 മാർക്ക് കൂടുതലാണ്. അപ്പോൾ എന്താണ്, 75% മാർക്കിൽ നിന്നും 70 മാർക്ക് കുറയ്ക്കുന്നതായിരിക്കത്തില്ലേ പാസിംഗ് മാർക്ക്, അതായത് 80 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 75% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 150 മാർക്കായിരിക്കത്തില്ലേ? -70 അപ്പുറത്തുമ്പോൾ +70, 80 70 150 മാർക്ക്. വാട്ട് ഈസ് ദ മിനിമം പാസിംഗ് പെർസെൻറ്റേജ് ഓഫ് ദ ടെസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 80 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം മാർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? 75% എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 150 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ നമുക്ക് 150 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയത് അല്ലേ? 75% ഇരട്ടിയാണ് അത്രേ, 75ൻ്റെ ഇരട്ടിയാണ് അത്രേ 150 എന്ന് പറയുന്ന മാർക്ക്. അപ്പോൾ എത്രയാണ്? 80 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40% ഇരട്ടിയായിരിക്കത്തില്ലേ? 40% ഇരട്ടിയാണ് അത്രേ 80 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര മാർക്കായിരിക്കും നമുക്ക് മാക്സിമം പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? 40% മാർക്കായിരിക്കും നമ്മുടെ മാക്സിമം പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കിവിടെ പാസിംഗ് മാർക്കായിട്ട് കിട്ടുന്നത് 80 മാർക്കാണ്. ആ 80 മാർക്ക് എത്ര ശതമാനം മാർക്കിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടും 75% മാർക്ക് എന്ന് പറഞ്ഞാൽ 150 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 80 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം നോക്കാൻ എന്തെടുത്താൽ മതി? 80 മാർക്കിനെ /2 ചെയ്യുമ്പോൾ നമുക്ക് 40% മാർക്ക് കിട്ടും. അല്ലെങ്കിൽ 40% മാർക്കിൻ്റെ ഇരട്ടി എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 80 മാർക്ക് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 40%.